മൂപ്പ് അങ്ങനെ ആൾക്കാർ ഇപ്പോഴും ചോദിക്കണത് സന്യാസിമാർ ഡ്രസ്സ് ഇല്ലാണ്ട് വരുമോ, ഇവര് പിന്നെ വസ്ത്രം എടുക്കാണ്ട് വരുമോ, ഇങ്ങനെയൊക്കെയാണോ സന്യാസിമാർ വരിക എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ കുംഭമേളകളെ കുറിച്ചുള്ള ഒരു ധാരണയാണ്. ഈ ഹരിദ്വാർ സന്യാസിമാരെ സംബന്ധിച്ച് നാഗസന്യാസിമാർ അവരുടെ രീതി എങ്ങനെയാണ്, അവരവിടെ കൂടുന്ന സമയത്ത് അവരെങ്ങനെയാണോ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് പാൻറ് ഷർട്ട് ഇട്ട് വരാൻ പറ്റില്ല, അവരെ ക്രമമനുസരിച്ച് വരാൻ പറ്റും. അതതിൻ്റെ ശീലമാണ്. ഇതിപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഒരുപാട് ട്രോളുകൾ കാണാം. ഇനി സന്യാസിമാർ ഉടുക്കാതെ വരും, വസ്ത്രം ധരിക്കണം എന്ന് പറയണമെന്നൊക്കെ. ഇവരോട് സന്യാസിമാരോട് വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ നമ്മളാരാ? സന്യാസിമാർ നിങ്ങളോട് വസ്ത്രം ഇടണം എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അയക്കണം എന്ന് പറയുന്നില്ലല്ലോ. അത് ഓരോ ആൾക്കാരെ സാമ്പ്രദായമായ ജീവിത രീതികളൊക്കെയാണ്. ഇവിടെ സന്യാസിമാർ വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെങ്ങനെയാണോ ആ സന്യാസി ആയിക്കൊണ്ട് ബഹുമാനിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾക്കനുസരിച്ച് അവരെ മാറ്റിയെടുക്കാനല്ല. എന്തായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്, അല്ലെങ്കിൽ ഒരുപാട് സർപ്രൈസുകളാണ് കുംഭമേളയിൽ അങ്ങോളം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. സന്യാസിമാരൊക്കെ എല്ലാ ഭാഗത്തു നിന്നും, ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. നാളെ മുതൽ സന്യാസിമാരുടെ തന്നെ പല സമ്പ്രദായത്തിലെ സന്യാസിമാർ ഒഴുക്കുണ്ടാവും. അതൊക്കെ നേരിട്ട് എല്ലാവർക്കും കാണാവുന്നതാണ്. എല്ലാവരെയും കുംഭമേള നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.